ഹലോ, ഒറ്റ ഉപയോഗത്തിൽ തന്നെ മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്നവരാ നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഫസ്റ്റ് യൂസിലുള്ള ഈ ഒരു റിസൾട്ട് 24 ഹവേഴ്സ് മാത്രമേ ഉണ്ടാവും. പെട്ടെന്നുള്ള പാർട്ടികളിൽ തിളങ്ങാനും പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാവാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. പെട്ടെന്നൊരു നിറം വരാനും അതേപോലെ തന്നെ തിളക്കം കൂട്ടാനും എല്ലാം സഹായിക്കും. വീട്ടിലെ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂസിലുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ജ്യൂസാണ്, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്. അത് ഉരുളക്കിഴങ്ങ് ഒട്ടും വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു അരിപ്പയിൽ കൂടി പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത പച്ചപ്പാലാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. നമ്മൾ മുഖം ക്ലെൻസ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മുഖത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് ഒന്ന് മുഖം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് തുടച്ചളയാം. നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തുടച്ചളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഒരു തുടക്കുന്നത് കൂടെ തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോയി കിട്ടും. അങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആ സെയിം ഇതിലേക്ക് തന്നെ 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ മാവാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഗോതമ്പിൻ്റെ മാവ് ആട്ടപ്പൊടി ഉപയോഗിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അതായാലും സാരമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണോളോ അല്ലെങ്കിൽ 1 ടീസ്പൂണോളോ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഫേസിൽ നെക്കിലും ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത ആ ഒരു പൊട്ടാറ്റോ ജ്യൂസിൻ്റെയും പാലിൻ്റെയും അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല എന്നുള്ള കൺസിസ്റ്റൻസിയിൽ. അതിനുശേഷം നമ്മളെ മുഖത്തേക്ക് ഇത് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു 25-30 മിനിറ്റെങ്കിലും നിങ്ങളുടെ മുഖത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകണ്ട. കാരണം ഭയങ്കര ഡ്രൈ ആയാൽ നമുക്കിത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 2 മിനിറ്റ് മസാജ് കൊടുക്കാനും അതേപോലെ തന്നെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലേലേക്ക് മസാജ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ മസാജിങ്ങിൽ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്ക് ഒരു 25 മിനിറ്റിൻ്റെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് സാധാരണ വെള്ളത്തിൽ മസാജ് കൊടുത്തിട്ട് തന്നെ കൈകളയാണ്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടൈം എന്തായാലും വേസ്റ്റ് ആവില്ല. പിന്നെ നിങ്ങളടുത്ത് എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് പൊട്ടാറ്റോ ജ്യൂസും പാലും ഉരുളക്കിഴങ്ങും എല്ലാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലാക്ക് ഹെഡ്സിലുള്ള ഭാഗത്തെല്ലാം നല്ലോണം ഒന്ന് ഒരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തുടച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. വീഡിയോൻ്റെ ആദ്യത്തെ തന്നെ നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഇത് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവില്ല. അപ്പോൾ ഇത് കണ്ടോ, എന്ത് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് നോക്ക്. നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഒരു റിസൾട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ് പാക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ബാത്തിങ് പൗഡർ, ജ്യൂസസ് എല്ലാം ഉണ്ട് നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.